ധൻതേരസ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. പിന്നെ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് സെബി വലിയൊരു അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ട്. സോ നിങ്ങളിപ്പം ഓൺലൈനിൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുവാണെങ്കിൽ ഈ ഒരു വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ മാർക്കറ്റ് റെഗുലേറ്റർ ആയ സെബി ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. ഡിജിറ്റൽ ഗോൾഡ് അല്ലെങ്കിൽ ഈ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇൻവെസ്റ്റേഴ്സിന് റിസ്കി ആകും എന്നുള്ള കാര്യം. കാരണം ഇൻവെസ്റ്റേഴ്സിന് ഇപ്പം എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ സെബിക്ക് ഇവിടെ സഹായിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇപ്പൊ ആക്ച്വലി ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഗോൾഡിന് പകരമായിട്ട് മാർക്കറ്റ് വിൽക്കുന്നതാണ്. പക്ഷെ നിങ്ങളിപ്പോൾ വിൽക്കുന്ന പ്ലാറ്റ്ഫോമിന് ആവശ്യത്തിനുള്ള ട്രാൻസ്പെറൻസി ഇല്ല. ഇപ്പം നമ്മൾ പറയുവാണെങ്കിൽ 1 ഗ്രാം ഡിജിറ്റൽ ഗോൾഡ് ആക്ച്വലി റിസർവിൽ 1 ഗ്രാം ഫിസിക്കൽ ഗോൾഡ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നത്. അതുകൊണ്ട് തന്നെ സെബിയോട് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ അൺറെഗുലേറ്റഡ് ആണ്, അതുപോലെ ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് റിസ്ക് ആണെന്നുള്ള കാര്യം. സോ നിങ്ങളിപ്പം ഓൺലൈനായിട്ട് ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ പറയാൻ പോകുന്ന സെബി അപ്രൂവ്ഡ് ആയിട്ടുള്ള 4 ഇൻസ്ട്രുമെന്റ്സ് നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാം. ഗോൾഡ് ETF, ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സ്, ഗോൾഡ് കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ്, ഇലക്ട്രോണിക് ഗോൾഡ് റെസിപ്റ്റ്സ്. അതുപോലെ സോവറിൻ ഗോൾഡ് ബോണ്ടിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് RBI റെഗുലേഷന്റെ കീഴിൽ വരും, സെബിയുടേതല്ല. അതുപോലെ കംപ്ലീറ്റ്ലി സേഫ് ആണിത്. അപ്പം ഡിജിറ്റൽ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അവരുമായിട്ട് ഷെയർ ചെയ്യാം.